നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. സെപ്റ്റംബർ 5 ഭാരതത്തിൽ ടീച്ചേഴ്സ് ഡേ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും വാഗ്മിയും പ്രശസ്ത സാഹിത്യകാരനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് ഭാരതത്തിൽ ടീച്ചേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു അധ്യാപകനും ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ഭാരത പൈതൃകത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു അധ്യാപകന് ഉള്ള സ്ഥാനം വളരെ വലുതാണ്. മറ്റ് ഏതൊരു സേവനത്തെക്കാളും അധ്യാപക സേവനം വിലമതിക്കാൻ പറ്റാത്ത സേവനമാണ്. പ്രാചീന ഹിന്ദി കവിയായ കബീർ ദാസ് തൻ്റെ ദോഹയിൽ, തൻ്റെ ഈരടിയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഗുരു ഗോവിന്ദ് ദോവു ഖഡെ കാകെ ലഗൂം പായി, ബലിഹാരി ഗുരു ആപ്നെ ഗോവിന്ദ് ദിഖോ ബതായ. എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം എൻ്റെ ഗുരുവും ഈശ്വരനും ഒരുമിച്ച് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം ആരെ വണങ്ങും? സംശയമേ വേണ്ട, ഞാൻ എൻ്റെ ഗുരുവിനെ തന്നെയാകും ആദ്യം വണങ്ങുക. കാരണം എനിക്ക് ഈശ്വരനെ കാണിച്ചു തന്നത് ആ ഗുരുവാണ്. ഈ ഈരടി ദൈവത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, പകരം ഒരു ഗുരുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. നാം പറയാറുണ്ടല്ലോ, മാതാ പിതാ ഗുരു ദൈവം എന്ന്. അവിടെ ക്രമം അനുസരിച്ച് പറഞ്ഞാൽ മാതാവിനാണ് ഏറ്റവും വലിയ സ്ഥാനം, രണ്ടാമത് പിതാവിനാണ് സ്ഥാനം, മൂന്നാമത് ഗുരുവിനാണ് സ്ഥാനം, അത് കഴിഞ്ഞാണ് ദൈവത്തിന് ഉള്ള സ്ഥാനം. ഇവിടെയും ദൈവത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുക എന്നുള്ളതല്ല, ദൈവത്തേക്കാൾ പ്രാധാന്യം ഗുരുവിനുണ്ടെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമം പ്രതിപാദിച്ചിരിക്കുന്നത്. ആദി ശങ്കരാചാര്യർ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഗുരുർ ബ്രഹ്മോ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ഗുരുവൈ നമഃ. ഗുരു അഥവാ അധ്യാപകൻ ബ്രഹ്മമാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്. ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ വണങ്ങുന്നു. ഈ ശ്ലോകം നമ്മൾ അപഗ്രഥിച്ചാൽ അധ്യാപകന്റെ സ്ഥാനം എന്തുമാത്രം വലുതാണെന്ന് മനസ്സിലാകും. ഇവിടെ ഗുരു എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. 2 അക്ഷര വാക്കുകൾ ചേർന്നാണ് ഗുരു എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഗു എന്നാൽ അന്ധകാരം, രു എന്നാൽ പ്രകാശം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ മനസ്സിലെ അന്ധകാരം മാറ്റി പകരം പ്രകാശം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് ഗുരു. മഹാഭാരതത്തിലെ വനപർവത്തിൽ 214 അധ്യായത്തിൽ അതിൻ്റെ 27 ശ്ലോകത്തിൽ യുധിഷ്ഠിരനും യക്ഷനുമായിട്ടുള്ള ഒരു സംവാദം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ യഥാർത്ഥത്തിൽ ധാരാളം ചോദ്യങ്ങൾ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്. അതിന് അനുയോജ്യമായ മറുപടി യുധിഷ്ഠിരൻ യക്ഷന് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം, ആരാണ് ഗുരു? യക്ഷന്റെ ചോദ്യത്തിന് യുധിഷ്ഠിരൻ പറയുന്ന ഒരു മറുപടിയുണ്ട്: ഗുരുക്കന്മാർ 5 പേരാണ്. 1 അമ്മ, 2 അച്ഛൻ, 3 അധ്യാപകൻ, നമ്മെ പഠിപ്പിക്കുന്ന ആൾ, നമുക്ക് വിദ്യ പകർന്നു തരുന്ന ആൾ, 4 ആത്മാവ്. ആത്മാവെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മനസാക്ഷിയാണ്. 5 അഗ്നി. 5 ഗുരുക്കന്മാർ ഇവരാണ്. അമ്മ നമ്മുടെ ആദ്യത്തെ ഗുരു, അമ്മിഞ്ഞയോടൊപ്പം ആദ്യാക്ഷരം നമുക്ക് പകർന്നു തരുന്ന നമ്മുടെ ആദ്യത്തെ ഗുരു നമ്മുടെ അമ്മയാണ്. അതോടൊപ്പം നമ്മെ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ അച്ഛൻ ഗുരുവാണ്. പിന്നെ നമുക്ക് വിദ്യ പകർന്നു തരുന്ന അധ്യാപകൻ ഗുരുവാണ്. അത് കഴിഞ്ഞ് വരുന്ന ആത്മാവ് അഥവാ മനസാക്ഷി എന്ന് പറയുന്നത്, നാം എന്ത് ചെയ്താലും നമ്മുടെ ഗുരുവിൻ്റെ സ്ഥാനത്ത് നമ്മുടെ മനസാക്ഷി ഉണ്ടായിരിക്കണം. നാം ചെയ്യുന്നത് സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം, ശരിയായ കാര്യങ്ങളായിരിക്കണം. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എങ്കിൽ നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അത് സത്യസന്ധമായതാണോ ശരിയായതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മുടെ മനസാക്ഷിയും നമ്മുടെ ഗുരുവാണ്. പിന്നെ വരുന്നത് അഗ്നിയാണ്. അഗ്നിയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി. പക്ഷേ ജലം, വായു തുടങ്ങിയ മറ്റ് പഞ്ചഭൂതങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത അഗ്നിക്കുണ്ട്.
നാം വെള്ളം ഉപയോഗിച്ച് ഒരു പാത്രം കഴുകുകയാണെങ്കിൽ ആ പാത്രം വൃത്തിയാകും. എന്നാൽ ആ പാത്രം കഴുകിയ വെള്ളം മലിനമായിട്ട് മാറും, മലിനജലമായിട്ട് മാറും. അതേസമയം മലിനമായ വസ്തുക്കൾ നമ്മൾ അഗ്നിയിൽ നിക്ഷേപിച്ച് അതിനെ ദഹിപ്പിച്ചാൽ ആ മലിനമായ സാധനങ്ങൾ കത്തി ദഹിച്ച് അതിൻ്റെ മാലിന്യം നീക്കം ചെയ്യപ്പെടും. പക്ഷേ അഗ്നി മലിനപ്പെടാതെ പരിശുദ്ധമായി തന്നെ നിലനിൽക്കും. അതായത് അധ്യാപകനും നമ്മുടെ ഗുരുവും അഗ്നിയെപ്പോലെ ആയിരിക്കണം. തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലെ മാലിന്യങ്ങൾ ഉന്മൂലനം ചെയ്തിട്ട് അവരെ നന്മയിലേക്ക് വഴിതെളിക്കണം. അഗ്നി ചെയ്യുന്നതെന്തോ അതുപോലെ. അതേസമയം തൻ്റെ വിദ്യാർത്ഥികളെ നന്മയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം താൻ സ്വയം മലിനപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതും ഒരു അധ്യാപകൻ്റെ കടമയാണ്. അതായത് ഒരു അധ്യാപകൻ ഒരിക്കൽ പോലും മലിന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അവൻ ഒരിക്കലും മാലിന്യത്തിലേക്ക് വഴുതി വീഴാൻ പാടില്ല. തെറ്റായ പ്രവൃത്തികളിലേക്ക് വഴുതി വീഴുവാൻ പാടില്ല. ശരിയല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മനസാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് ഗുരു. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ആവർത്തനമാണെങ്കിൽ കൂടെയും ഒരു ശ്ലോകം ഇങ്ങനെയുണ്ട്: മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. അതായത് അമ്മയെ ദൈവമായി കാണണം, മാതൃദേവോ ഭവ. പിതൃദേവോ ഭവ, സ്വന്തം പിതാവിനെ ഈശ്വരനെ പോലെ കാണണം. ഗുരുദേവോ ഭവ, അധ്യാപകനെ ദൈവത്തെ പോലെ കാണണം. അതിഥി ദേവോ ഭവ, അതിഥിയെ ദൈവത്തെ പോലെ കാണണം. ഇവിടെ നമ്മൾ ഗുരുവിന് ദൈവതുല്യമായ സ്ഥാനം കൊടുക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മളിന്ന് കേട്ട എല്ലാ ഉദാഹരണങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ഗുരുവിന് വളരെ വലിയ, വളരെ മഹത്തായ സ്ഥാനമാണ് ഈ സമൂഹത്തിൽ ഉള്ളത്. അധ്യാപകന്റെ കടമയും വളരെ വലുതാണ്, വളരെ ബൃഹത്താണ്, വളരെ മഹത്തരമാണ്. അതുകൊണ്ട് ഓരോ അധ്യാപകനും തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ നിറവേറ്റി ഭാവി പൗരന്മാരെ വാർത്തെടുക്കേണ്ട ചുമതല തങ്ങളിലാണെന്നുള്ള ബോധത്തോടുകൂടെ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ച് അവരെ നല്ല ഭാവിയിലേക്ക് വഴിതെളിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.